ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്യത്യസ്ത ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോർമലി ഉണ്ടാക്കുന്ന മന്തി റൈസ് വെച്ചിട്ടല്ല, നമ്മളിത് തയ്യാറാക്കുന്ന ജീരകശാല റൈസ് വെച്ചിട്ടാണ് ഈ മന്തി തയ്യാറാക്കിയിട്ടുള്ളത്. കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു രീതിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മന്തി ഏതിലാണോ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പാനിലേക്ക് തന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വലിയ ജീരകവും ചെറിയ ജീരകവും ഒന്ന് ചതച്ചെടുത്തത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കൂടാതെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മാഗിയുടെ ക്യൂബാണ് എടുക്കുന്നത്. മൊത്തം 3 ക്യൂബാണ് നമ്മൾ ഈ മന്തിക്ക് വേണ്ടി എടുക്കുന്നത്. അതിൽ 1.5 പകുതി നമ്മൾ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബാക്കി റൈസിലും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഗിയുടെ ക്യൂബ് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുക. കൂടാതെ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയും പുതിനയിലയും 1 ടേബിൾ സ്പൂൺ വീതം നമ്മൾ ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഭാഗം വലിയ ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് കുറച്ച് മാത്രം ചേർക്കുക. മാഗി ക്യൂബിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ മാരിനേഷൻ ചെയ്തതിന് ശേഷം നമ്മളൊരു 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി അതിന് ശേഷം നമ്മൾ ഇത് നേരെ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു ഫ്രൈ ചെയ്ത ആ ഒരു ടെക്സ്ചറിലാണ് നമ്മൾ ഈ ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത്. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേനും തന്നെ ചിക്കനിൽ നിന്ന് നല്ലതുപോലെ വെള്ളമെല്ലാം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ വെള്ളത്തിൽ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വരും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ സമയം കഴിയുമ്പോഴേക്കും ഈ ഒരു പരുവത്തിൽ ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു അത്യാവശ്യം കുറച്ച് ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് കുറച്ച് ഗ്രേവി മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ റൈസിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾക്ക് ഈ ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കിടന്ന് തന്നെ നന്നായിട്ട് ഫ്രൈ ആയിക്കോളും. ഇതുപോലെ അപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ചിക്കൻ വേറൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഈ ഒരു പാനിൽ തന്നെയാണ് റൈസും പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചിക്കനെല്ലാം ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ സെയിം പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്കൊരു ചെറിയ 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു 1/4 ഭാഗം നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ടായി. ബാക്കിയുള്ളത് ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ഈ ഓയിലിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ കൂടെ നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് മുഴുവനായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ ഒരു പകുതി ഭാഗം തക്കാളി, ഒരു 1/2 തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു 4 പച്ചമുളകും 2 ഉണക്ക നാരങ്ങയും 1 ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് നേരെ വെള്ളവും ചേർത്ത് കൊടുക്കാം. നമ്മൾ 3 കപ്പ് റൈസാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ 4.5 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള മാഗിയുടെ ക്യൂബ് 1.5 ഭാഗമുണ്ട്, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതിയാവും, കാരണം ഉപ്പ് മാഗി ക്യൂബിൽ അത്യാവശ്യം ഉണ്ടാവും. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് തിളച്ച് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഇവിടെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വേണം നമ്മൾ റൈസിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അരി ഒരുപാട് സമയം കുതിർക്കേണ്ട ആവശ്യമില്ല. വെള്ളം തിളയ്ക്കുന്ന സമയം വരെ ഒന്ന് കുതിർന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് മിസ്റ്റർ കുക്കിൻ്റെ ഗീ റൈസാണ്. 3 കപ്പ് ഗീ റൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരല്പം നല്ല വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. വെള്ളം തിളയ്ക്കുന്നത് വരെ മാത്രം വെച്ചാൽ മതിയാവും. ഇപ്പോൾ നമ്മളുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്നാലും വെള്ളം തിളച്ചതിന് ശേഷം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ജീരക റൈസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില ചെറുതായി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ഗീവ് അവേ നടക്കുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോസും കാണാം. 15-ാം തീയതി തൊട്ടുള്ള വീഡിയോസ് എല്ലാം കാണാം, എല്ലാത്തിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ഈ മന്തിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ജീരകശാല റൈസിൻ്റെ ബ്രാൻഡ് ഏതാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ ഏത് ബ്രാൻഡാണ് നമ്മൾ എടുത്തിട്ടുള്ളതെന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് #, ഇട്ടിട്ട് റഹീസ് വേൾഡ് ഫാമിലി എന്ന് ഇടുക, സ്പേസ് വിട്ടിട്ട് ആ ബ്രാൻഡും കൂടെ എഴുതിയിടുക. അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഈ മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഒരു 90%, 95% റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു റൈസിൻ്റെ നടുവിലായിട്ടാണ് ചിക്കൻ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് റൈസ് ഒന്നും മാറ്റുന്നില്ല, ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ചിക്കൻ ഇതുപോലെ ഇട്ടതിന് ശേഷം ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളിത് ഈ റൈസ് ഇതുപോലെ ഒന്ന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ ഈ ഒരു സൈഡും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ചിക്കൻ ഇട്ടിട്ട് നമ്മൾ റൈസെല്ലാം നല്ലതുപോലെ ഈവനായിട്ട് എല്ലായിടത്തും കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മന്തി റൈസ് ഇവിടെ റെഡിയാണ്. ഇനി ഒരു 10-15 മിനിറ്റ് നമ്മൾക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കണം. അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഗ്രേവി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ്. ഈ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, നല്ല സ്മോക്കി ഫ്ലേവറാണ്. ഇതിന് പ്രത്യേകിച്ച് ഇനി കരി കത്തിച്ച് വെക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 15 മിനിറ്റിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ദം ചെയ്തെടുത്തത്. നല്ല അസൽ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്, വ്യത്യാസമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. സാധാരണ മന്തിയിൽ ചേർക്കുന്ന പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും അല്ല എന്നാണ് തോന്നുന്നത്. ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജീരകശാല റൈസിലും നമ്മൾക്ക് മന്തി ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്, വ്യത്യാസമായിട്ടുള്ള ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഇരിക്കുക. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്